രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. കേരളത്തിലെ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണം ലോക്സഭയിൽ ഉന്നയിക്കാൻ കെ.സി. വേണുഗോപാൽ MP. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് കെ.സി. വേണുഗോപാൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, കേരളത്തിന്റെ നീറുന്ന വിഷയമാണിപ്പോൾ ലോക്സഭയിൽ ഉന്നയിക്കാൻ കെ.സി. വേണുഗോപാൽ ഒരുങ്ങുന്നത്. അടിയന്തര പ്രമേയത്തിന് അനുമതി കിട്ടുമോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ലക്ഷ്മി, പാർലമെന്റ് നിർത്തിവെച്ചിരിക്കുകയാണ്. പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ലോക്സഭ 2 മണിവരെയും രാജ്യസഭ 11:20 വരെയും നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ വഖഫ് JPC റിപ്പോർട്ട് അവതരിപ്പിച്ചു. അവതരിപ്പിച്ച ഉടനെ തന്നെ ഉള്ള പ്രതിപക്ഷ ബഹളം കാരണമാണ് DMKയും അതുപോലെ തൃണമൂലും നടത്തിയ ബഹളം കാരണമാണ്, പ്രതിപക്ഷ ബഹളം കാരണം രാജ്യസഭ 11:20 വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. അതേപോലെ ലോക്സഭ സ്പീക്കർ തുടങ്ങിയ അപ്പോൾ തന്നെ പ്രതിപക്ഷം ബഹളം ആരംഭിച്ചു. കാരണം വന്യജീവി ആക്രമണം അടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്, ബജറ്റിലുണ്ട്, IT ആക്ട് ഉണ്ട്. ഇതിനെതിരെയൊക്കെ തങ്ങളെയും കൂടി ചർച്ച ചെയ്ത് കൺസിഡർ ചെയ്യണം എന്ന ഒരു ബഹളമായിരുന്നു ലോക്സഭയിൽ തുടക്കം തന്നെ. അത് ഉടനെ തന്നെ സ്പീക്കർ 1 മിനിറ്റ് കൊണ്ട് സഭ നിർത്തിവെക്കുകയാണ്. 2 മണിവരെയാണ് ലോക്സഭ നിർത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 അടിയന്തര പ്രമേയ നോട്ടീസും പരിഗണിക്കാൻ ലക്ഷ്മി പത്മ ലോക്സഭാ സ്പീക്കർ തയ്യാറായിട്ടില്ല. രാജ്യസഭയിൽ ഇനി 11:20 അല്പസമയം കൊണ്ട് രാജ്യസഭ വീണ്ടും ആരംഭിക്കും. അപ്പോഴും JPC വിഷയത്തിൽ തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല, വഖഫ് വിഷയത്തിൽ JPC വിഷയത്തിൽ തങ്ങളുടെ ഭാഗം കേട്ടിട്ടില്ല എന്ന ഒരു എതിർപ്പുമായിട്ടാണ് ഇരു സഭകളിലും പ്രതിപക്ഷം ഇന്ന് രാവിലെ മുതൽ ചെയ്തത്. ഏതായാലും രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ വഖഫ് ഭേദഗതി ബില്ലോടുള്ള JPC റിപ്പോർട്ട് രാജ്യസഭയിൽ മേശപ്പുറത്ത് വെക്കാൻ സർക്കാരിനായി. ഇത് ലോക്സഭയിൽ മേശപ്പുറത്ത് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 മണിക്ക് ശേഷം വെക്കും. ലോക്സഭയുടെ ഇന്നത്തെ പരിപാടിയിൽ ലോക്സഭയിലും ഇത് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നേരെ പാസ്സാക്കാനുള്ള ഒരു സാധ്യത ഇന്ന് ഏതായാലും കാണുന്നില്ല. 2 മണിക്ക് സ്വാഭാവികമായും 2 മണിക്ക് ശേഷം ഇന്ന് അവസാന ദിവസമാണ്, ബജറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ്. ഇനി അടുത്ത ബജറ്റ് സമ്മേളന പാദത്തിലായിരിക്കും ഈ ബില്ല് പാസ്സാക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും രാജ്യസഭയിൽ ഇത് വെച്ച് കഴിഞ്ഞു. ഇനി ലോക്സഭയിലും കൂടി വഖഫ് ബില്ല് വെക്കും. അത് ലോക്സഭ 2 മണിക്ക് ചേരേണ്ടതുണ്ട്. അതുപോലെ തന്നെ IT കഴിഞ്ഞ പ്രാവശ്യം നിർമ്മല സീതാരാമൻ ഉന്നയിച്ച IT നിയമ ഭേദഗതിയും സഭയിൽ വെക്കേണ്ടതുണ്ട്. ഏതായാലും 2 മണിക്ക് ലോക്സഭ വീണ്ടും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സഭ നടക്കാത്തതിനാൽ കേരളത്തിലെ 2 MP ഉന്നയിച്ച അടിയന്തര പ്രമേയ നോട്ടീസും ചർച്ചക്കെടുത്തിട്ടില്ല. ലക്ഷ്മി പത്മ. ശരത് ലാൽ, ഡൽഹിയിൽ നിന്ന്.